ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡൻ ആപ്പിൾ സ്നെയിലിനെ കുറിച്ചാണ്. ജലത്തിൽ ജീവിക്കുന്ന അതിസുന്ദരമായ ഒരു വിദേശ സ്നെയിലാണ് ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൊമേഷ കുനാലിക്യുലാത്തു എന്നാണ്. സൗത്ത് അമേരിക്കയിലാണ് ഇവയുടെ ഉദ്ഭവസ്ഥലം. എന്നാൽ ഇന്ന് ഏഷ്യ, ജപ്പാൻ, USA തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഇവയ്ക്ക് വളരെ മനോഹരമായ മഞ്ഞ കലർന്ന തവിട്ടു നിറത്തിലുള്ള ഷെല്ലുണ്ടാകും. അതുകൊണ്ടാണ് ഇവയ്ക്ക് ഗോൾഡൻ എന്ന പേര് കിട്ടിയത്. ഗോൾഡൻ ആപ്പിൾ സ്നെയിലുകളെ പല അക്വേറിയത്തിലും കാണാം. ഇവ ജലത്തിലെ അഴുക്കളെയും വെള്ളത്തിൽ വളരുന്ന അലിഗയെയും കഴിച്ച് ടാങ്ക് ക്ലീൻ ആക്കുന്നു. പക്ഷേ ചില രാജ്യങ്ങളിൽ ഇവ വലിയ പ്രശ്നക്കാരാണ്. കാരണം ഇവ കൃഷിത്തോട്ടങ്ങൾ നശിപ്പിക്കുകയും വളരെയധികം മുട്ടയിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചില ഗവൺമെന്റ്സ് ഇവയെ പെസ്റ്റ് അല്ലെങ്കിൽ കീടമായി കണക്കാക്കുന്നു. പക്ഷേ പെറ്റ് ലവേഴ്സിനിടയിൽ ഇവ ഒരു മനോഹരമായ വാട്ടർ സ്നെയിലാണ്. ഗോൾഡൻ ആപ്പിൾ സ്നെയിൽസ് വലിയവയാണ്. ഇവയുടെ ശരാശരി ഷെൽ വലുപ്പം 5 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. ചിലപ്പോൾ 10 സെൻറ്റിമീറ്റർ വരെ എത്തും. നിറത്തിൽ ഗോൾഡൻ യെല്ലോ, ബ്രൗൺ, ആൽബിനോ എന്നീ വകഭേദങ്ങൾ കാണാം. ഷെൽ സ്പൈറൽ ആകൃതിയിലാണ് ഉണ്ടാവുക. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവയ്ക്ക് ലങ്സും ഗിൽസും ഉണ്ട്. അതുകൊണ്ട് ഇവയ്ക്ക് വെള്ളത്തിനടിയിലും പുറത്തും ജീവിക്കാൻ കഴിയും. ഗോൾഡൻ ആപ്പിൾ സ്നെയിലിനെ ടാങ്കിൽ വളർത്താൻ വളരെ എളുപ്പമാണ്. ഫ്രഷ് വാട്ടർ അക്വേറിയമാണ് ഇവയ്ക്ക് പറ്റിയത്. നല്ല ഫിൽറ്റർ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം വേഗത്തിൽ മഞ്ഞമാകാൻ സാധ്യതയുണ്ട്. -22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വാട്ടർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത്. pH ലെവൽ 7 മുതൽ 8 വരെയും. ഗ്രൂവൽ, അതായത് അക്വേറിയത്തിലിടുന്ന ചെറിയ ഉരുണ്ട കല്ലുകൾ, അക്വാറ്റിക് പ്ലാന്റ്സ്, ഹൈഡിംഗ് സ്പേസസ് എന്നിവ നല്ലതാണ്. എന്നാൽ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ സോഫ്റ്റ് ലീഫ് പ്ലാന്റ്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇവ ഇത്തരം പ്ലാന്റ്സ് പെട്ടെന്ന് നശിപ്പിക്കും. പകരം ഹാർഡ് ലീഫ് പ്ലാന്റ്സ് ഉപയോഗിക്കാം. ടാങ്ക് കവർ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഇവ പുറത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ ഒംനിവേഴ്സ് ആണ്. അതായത് സസ്യങ്ങളും മാംസങ്ങളും ഇഷ്ടമാണ്.
ഇവയുടെ കുളത്തിലെ അൽഗെ, ഡെഡ് പ്ലാന്റ്സ്, ഫിഷ് ഫുഡ്, ബോയിൽഡ് വെജിറ്റബിൾസ് തുടങ്ങിയവയെല്ലാം കഴിക്കും. കാൽഷ്യം റിച്ച് ഫുഡ് നൽകുന്നത് ഷെൽ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ്. ഓവർ ഫീഡിംഗ് ആയാൽ ടാങ്കിലെ വെള്ളം പെട്ടെന്ന് മലിനമാകും. ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ വളരെ എളുപ്പത്തിൽ പ്രജനനം നടത്തും. ഫീമെയിൽ സ്നെയിൽ വെള്ളത്തിന് മുകളിൽ കയറി പിങ്കു നിറത്തിലുള്ള എഗ് ക്ലച്ചസ് ഇടും. ഓരോ ക്ലച്ചിലും 200 മുതൽ 600 മുട്ടകൾ വരെ ഉണ്ടാകും. മുട്ടകൾ ഹാച്ച് ചെയ്യാൻ 2 ആഴ്ച മുതൽ 3 ആഴ്ചകൾ വരെ എടുക്കും. ബ്രീഡിംഗ് നിരീക്ഷിച്ചുകൊണ്ട് പോപ്പുലേഷൻ നിയന്ത്രിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. കാരണം ഇവ പെട്ടെന്ന് കൂട്ടമായി വളരും. ശരിയായ പരിചരണത്തോടെ ഗോൾഡൻ ആപ്പിൾ സ്നെയിലിന് ശരാശരി 2 മുതൽ 4 വർഷം വരെ ജീവിക്കാൻ കഴിയും. റെഗുലർ വാട്ടർ ചേഞ്ചസ്, ക്ലീൻ ടാങ്ക്, ബാലൻസ്ഡ് ഡയറ്റ് എന്നിവ ശരിയായി നൽകിയാൽ ഇവ കൂടുതൽ ജീവിക്കും. ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ നന്നായി കഴുകിയ കൈ കൊണ്ട് കൈകാര്യം ചെയ്യുക. അവയുടെ ഷെൽ ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആകാം. ചില രാജ്യങ്ങളിൽ ഇവ ഇൻവാസീവ് പെറ്റായി കണക്കാക്കപ്പെടുന്നു. ഫിലിപ്പീൻസ്, ജപ്പാൻ, USA എന്നിവിടങ്ങളിൽ കാർഷിക വിളകൾ നശിപ്പിച്ചതിന് ഇവ ബാനഡാണ്. ഇന്ത്യയിൽ ഇവ അക്വേറിയം പെറ്റായി വളർത്തി വരുന്നു. ബിഗിനർ അക്വേറിയം ലവേഴ്സ്, സ്കൂൾ ഗോയിങ് കിഡ്സ് അല്ലെങ്കിൽ കൺട്രോൾ ആവശ്യമുള്ളവർ എന്നിവർക്കെല്ലാം ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇവ കെയർ ചെയ്യാൻ എളുപ്പമാണ്. മാത്രമല്ല പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുള്ളുമാണ്. ഇവയുടെ ഷെൽ നിറങ്ങൾ ഇവയെ വളരെ ഐ കാച്ചിങ് ആക്കി മാറ്റുന്നു. ഇവയ്ക്ക് സെൽഫ് ഡിഫെൻസ് കുറവായതിനാൽ പീസ്ഫുൾ ടാങ്ക് മേറ്റ്സിനെയാണ് ആവശ്യം. ഫിഷിനെയും ഷ്രിമ്പിനെയുമൊക്കെ ഇവയുടെ ടാങ്കുകളിൽ നിക്ഷേപിക്കാം. ഗോൾഡൻ ആപ്പിൾ സ്നെയിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി സ്നെയിൽ പെറ്റായി വളർത്താൻ നല്ലതാണ്. മനോഹരമായ നിറം, ലോ മെയിൻ്റനൻസ് എന്നിവയൊക്കെ കൊണ്ട് ഇവയ്ക്ക് നിറയെ ആരാധകരുണ്ട്. ഇത്തരം എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.